എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കഷ്ടതയും പ്രയാസങ്ങളും ഇന്ന് ലോകത്ത് നിരവധിയായി നാം കാണുകയാണ്. ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും നാം എപ്രകാരമാണ് മനസ്സിലാക്കുന്നത്, നാം എപ്രകാരമാണ് അത് ഉൾക്കൊള്ളുന്നത്, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ പിൻകാല ജീവിതത്തെ അത് ബാധിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നാം എപ്രകാരമാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നത് വളരെ പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് തെറ്റുകൾ ചെയ്യാത്ത ആരും തന്നെ ഈ ലോകത്ത് ഇന്ന് നമുക്ക് കാണുന്നതോളം സാധിക്കുന്നില്ല. ഞാനോ നിങ്ങളോ ഒരു തെറ്റും ചെയ്യാത്തവരാണ് എന്ന് പറയുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. കാരണം നാം എല്ലാവരും ഈ ലോകത്ത് തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഒരു തെറ്റല്ലെങ്കിൽ മറ്റൊരു തെറ്റ് നാം എപ്പോഴും എന്നും ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ വരുത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തായിരിക്കാം? ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, അപ്രകാരം ഒരു ചോദ്യം നിങ്ങളാരും ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ വരുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരമായിട്ട് നിങ്ങൾ എന്തായിരിക്കും പറയുക? അതിനുത്തരം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേകർ തെറ്റുകൾ ഇന്ന് ലോകത്ത് ചെയ്യുന്നു. ആ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കാത്തതാണ്. അത് ആവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആവർത്തിക്കാതെ ആ തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ നാം ആ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ച് വീണ്ടും അത് ചെയ്യുവാൻ തക്കവണ്ണം സ്വയം തയ്യാറാകുമ്പോൾ നാം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നാം നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അതിനെ തിരുത്തുവാൻ, അതിനെ മാറ്റിവെച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി, ദൈവത്താൽ ഏറ്റവും അധികം കൃപ ലഭിച്ചവരായി രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. ഒരുപക്ഷെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ലോകത്ത് ഒരു വ്യക്തിക്ക് എടുക്കുവാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും തെറ്റായ തീരുമാനം എന്തായിരിക്കും? ഇന്ന് അനേക മനുഷ്യർ അനേക തെറ്റായ തീരുമാനങ്ങൾ ഇന്ന് ലോകത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് എടുക്കുവാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും തെറ്റായ തീരുമാനം എന്തായിരിക്കാം ഇന്ന് ലോകത്തുള്ളത്? അത് ഉത്തരം വീണ്ടും പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ താക്കീതുകളെ നിരസിക്കുക. ദൈവം എത്ര പ്രാവശ്യം, പല പ്രാവശ്യമായിട്ട് ഓരോ കാര്യമായിട്ട് നമ്മളെ അറിയിച്ചിട്ടും അതൊന്നും കേൾക്കുവാൻ കൂട്ടാക്കാതെ, അതൊന്നും അറിയുവാൻ കൂട്ടാക്കാതെ, അതൊന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കാതെ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ താക്കീതുകളെ നിരസിച്ചുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുകയാണ് എങ്കിൽ, നാം ചെയ്യുന്ന, നാം ഏറ്റെടുക്കുന്ന, നാം ഈ ലോകത്ത് നടപ്പിൽ വരുത്തുന്ന ഏറ്റവും തെറ്റായ തീരുമാനമാണ് അത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഏറ്റവും തെറ്റായ തീരുമാനവും ഏറ്റവും തെറ്റായതായ ഒരു തെറ്റും നാം ഇന്ന് മനസ്സിലായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് അവസരങ്ങൾ നിരവധി ഉണ്ടായിരുന്നിട്ടും നാം ഒന്നും പഠിക്കാത്തവരായിട്ട് ഇന്നും ജീവിക്കുന്നവരാണോ? നാം അവസരങ്ങൾ നിരവധി നമുക്ക് ദൈവം നൽകിയിട്ടും നാം ഒന്നും മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നാം ഓരോരുത്തരും? നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നാം ആരും പാഴാക്കാതെ അത് ജീവിക്കണമെന്നും ദൈവത്തെ മാനിക്കണമെന്നും ദൈവത്തെ അനുസരിക്കണമെന്നും നമ്മെക്കുറിച്ച് ആ പ്രിയ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അവസരങ്ങളെ നാം പാഴാക്കിയാൽ ഒരുപക്ഷെ ഒരു കാലത്ത് ദൈവം പറയുവാനിട വരും, മതിയായി, എനിക്ക് മതിയായി, ഇനിയും ഞാൻ എന്തിന് ഇവൻ അവസരങ്ങൾ കൊടുക്കണം? ഞാൻ അധികമായ അവസരങ്ങൾ നൽകിയിരിക്കുന്നു, എന്നിട്ടും അത് കേൾക്കുവാനോ അത് മനസ്സിലാക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുവാനോ തക്കവണ്ണം ഇതുവരെയും ഇവന് ഇടവന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മതിയായി എന്നുള്ളതായ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണയായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കിന്ന് അവസരമുള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ശരിയായ തീരുമാനം എടുത്തുകൂടാ? നമുക്കിന്ന് അവസരമുള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ശരിയായ തീരുമാനം കൈക്കൊണ്ടുകൂടാ? ആ തീരുമാനം എടുക്കുവാനായിട്ട് നിങ്ങളെ ദൈവം ഇന്ന് വിളിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് നൽകുമ്പോൾ അതിനെ വീണ്ടും മറുതലിച്ച് നിൽക്കാതെ, അതിനോട് വീണ്ടും ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവത്തെ കേൾക്കുവാൻ, അനുസരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് നോക്കുകയാണ്. ഇനിയും തെറ്റായ തീരുമാനം എടുക്കുവാനായിട്ടല്ല, ശരിയായ തീരുമാനം കൈക്കൊണ്ട് ദൈവത്തിൻ്റെ താക്കീതുകളെ കേട്ട് മനസ്സിലാക്കി ആ വഴിയൊക്കെയും തെറ്റി മാറ്റി ശരിയായ വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം
അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ബെൽഷസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി, അവർ കാണെ വീഞ്ഞു കുടിച്ചു. 2-ാമത്തെ വാക്യം: ബെൽഷസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിലെ മന്ദിരത്തിൽ നിന്നും കൊണ്ടുവന്നിരുന്നതായ പൊൻ വെള്ളി പാത്രങ്ങളെ രാജാവ് മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടിമാരും അവയിൽ കുടിക്കേണ്ടതിന് കൊണ്ടുവരുവാൻ തക്കവണ്ണം കൽപ്പിച്ചു. ഇവിടെ ബെൽഷസ്സർ രാജാവ്, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രാജാവ് ബെൽഷസ്സർ രാജാവ്, ഇവിടെ എല്ലാവരും മഹത്തുക്കളോടൊപ്പം സകല രാജാക്കന്മാരോടുമൊപ്പം അവൻ്റെ കൂട്ടുകാരോടൊപ്പം ഭാര്യമാരോടൊപ്പം വെപ്പാട്ടിമാരോടൊപ്പം അവനൊരു വലിയൊരു സദ്യ നടത്തുകയാണ്. അവിടെ വീഞ്ഞു കുടിച്ച് അവർ മത്തരായി തങ്ങളെ തന്നെ മറന്ന് അവരെ നൃത്തം ചെയ്തും പരസ്പരം പലവിധമായ പ്രയാസങ്ങളൊക്കെയും കാണിച്ചും പല വേഷ്ടകളും ചേഷ്ടകളും കാണിച്ചും ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് ഇവർ സ്വയം അഹങ്കരിക്കുകയും സ്വയം ജീവിതത്തെ ആസ്വദിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 70 വർഷക്കാലം ദൈവം ബാബിലോണിന് അവസരങ്ങളെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി പല അത്ഭുതങ്ങളിലൂടെ പലവിധമായ സാക്ഷ്യങ്ങളിലൂടെ ദൈവം ബാബിലോണിനെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഞാനാണ് നിത്യനായ ദൈവം, ഞാനാണ് സത്യനായ ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന ദാനിയേലിലൂടെ, ശദ്രക്കിലൂടെയും മേശക്കിലൂടെയും അബദ്നെഗോയിലൂടെയും ബാബിലോണിനെ ആ ദൈവം കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു. 70 വർഷക്കാലം ദാനിയേൽ അവിടെ ജീവിച്ച് അവർക്ക് വേണ്ടി സാക്ഷ്യമായി നിൽക്കുകയാണ്. ഇവിടെ ബാബിലോണിൽ ദാനിയേലിനെ കുറിച്ചോ ശദ്രക്കിനെ കുറിച്ചോ മേശക്കിനെ കുറിച്ചോ അബദ്നെഗോവിനെ കുറിച്ചോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ദാനിയേൽ മാത്രമായിരുന്നു ആ 2-ാം അധ്യായത്തിലെ സ്വപ്നം വിവരിക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുമാത്രവുമല്ല, 3-ാം അധ്യായത്തിൽ ആ തീച്ചുളയിൽ ഇട്ടതായ 3 എബ്രായ ബാലന്മാർ ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവിനെയും വിടുവിക്കുവാൻ തക്കവണ്ണം സാധ്യമായത് ആ ജീവനുള്ള ദൈവത്തിന് മാത്രമാണെന്ന് കേൾക്കാത്ത ഒരു വ്യക്തി പോലും ബാബിലോണിൽ ഉണ്ടായിരുന്നില്ല. അപ്രകാരം 70 വർഷക്കാലം ദൈവം ബാബിലോണിയർക്ക് സാധ്യമാകുന്ന സകല അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഇപ്രകാരമാണ്. 70 വർഷക്കാലമാണോ അതോ അതിലധികമാണോ നമുക്ക് ദൈവം അവസരങ്ങളെ നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എത്ര പ്രാവശ്യം എത്ര വട്ടം ദൈവം നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം തയ്യാറായിട്ടുണ്ട്? എത്ര വട്ടം നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടിട്ടുണ്ട്? നിങ്ങളതൊക്കെയും കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ, ഇതൊക്കെയും കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിങ്ങളുടെ ചെവികളെ അടച്ച് കണ്ണിനെ അടച്ച് ഒന്നും കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ നേരെ മറുതലിച്ച് നിൽക്കുവാൻ തക്കവണ്ണമാണോ നിങ്ങൾ ഇന്നും കഴിയുന്നത്? പ്രിയമുള്ളവരെ, ദൈവം നാം കേൾക്കുമ്പോൾ, നമുക്കിന്ന് അവസരമുള്ളപ്പോൾ നാം ഈ സത്യത്തെ കേട്ട് മനസ്സിലാക്കി അതിനനുസരിക്കണമെന്ന് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ അവസരങ്ങളെ പാഴാക്കിയാൽ ഒരുപക്ഷെ നാളെ വീണ്ടും ഈ അവസരം നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം സ്വർഗസ്ഥനായ ദൈവം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും കേട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ഹൃദയത്തെ താഴ്ത്തി ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദാനിയേലിൻ്റെ ദൈവത്തിൽ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് മനസ്സൊരുക്കമുണ്ടോ? നിങ്ങൾക്ക് എത്ര അവസരങ്ങളെയാണ് ദൈവം നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്? ഈ അവസരങ്ങൾ നാം ഇന്ന് പാഴാക്കുമെങ്കിലും നാളെ ഒരുപക്ഷേ ഈ അവസരങ്ങൾ നിങ്ങളെ തേടി വന്നു എന്ന് വരികയില്ല. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവനിൽ അനുസരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? അതോ ഇനിയും ഞാൻ കേൾക്കട്ടെ, ഇനിയും ഞാൻ കാണട്ടെ, ഇനിയും ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിത്യനായ ദൈവത്തിനെതിരായിട്ട് വമ്പ് പറയുവാൻ, അഹങ്കാരികളും ദൂഷകന്മാരുമായി ജീവിക്കുവാനായിട്ടാണോ നിങ്ങൾ ഇനിയും തീരുമാനമെടുത്തുകൊണ്ട് ഈ ലോകത്ത് കഴിയുന്നത്? പ്രിയമുള്ള ദൈവവിശ്വാസികളെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെ ദൈവം സ്വർഗം തുറന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയുവാൻ തക്കവണ്ണം ആ സ്വർഗത്തിലെ ദൈവം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ബെൽഷസ്സർ രാജാവിന്, അവൻ്റെ സകല മഹത്തുക്കൾക്ക്, അവൻ്റെ സകലവിധമായ ഭാര്യമാർക്ക്, എല്ലാ മനുഷ്യർക്കും, ബാബിലുള്ളതായ സകല മനുഷ്യർക്കും ദൈവം ആരാണോ എന്ന് തെളിയിച്ചു കൊടുക്കുകയും ദാനിയേലിലൂടെ അവസരങ്ങൾ നൽകുകയും ചെയ്തിരുന്നിട്ടും ഇവിടെ ഇവരൊന്നും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൽ സമർപ്പിക്കുവാനോ തയ്യാറാകാത്തത് കൊണ്ട് ദൈവം അവരെക്കുറിച്ച് പറയുകയാണ്,
മതിയായി, ഒരു ന്യായവിധി ഇനി നിനക്കായിട്ട് ഞാൻ അയക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ആ അവസാന രാത്രി അവർ മദ്യപിച്ച് നൃത്തം ചെയ്ത് ലോകത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സമയത്ത് അവസാനമായ രാത്രിയിൽ അവർ സന്തോഷിക്കുമ്പോൾ അവരാരും മനസ്സിലാക്കിയില്ല, അവരാരും തിരിച്ചറിഞ്ഞില്ല അവരുടെ അവസാന രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരു ന്യായവിധി നടത്തുവാൻ പോകുകയാണ് എന്ന് അവരാരും മനസ്സിലാക്കിയില്ല. ഇവിടെ അവർ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം അവർ ചെയ്യുവാൻ തക്കവണ്ണം തുനിയുകയായിരുന്നു. എന്തായിരുന്നു ആ പാപം? ഇവിടെ 2-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിലെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയൊക്കെയും കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ രാജാവ് കൽപ്പിക്കുകയാണ്. വിശുദ്ധ യെരൂശലേം ആലയത്തിൽ, യെരൂശലേം ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്നതായ പൊൻപാത്രങ്ങൾ, വെള്ളി പാത്രങ്ങൾ തുടങ്ങിയതായ സകല പാത്രങ്ങളെയും നെബൂഖദ്നേസർ രാജാവ് എടുത്തുകൊണ്ടുവന്നതായ സകല പാത്രം ചിലതിനെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ബെൽശസ്സർ രാജാവ് ചോദിച്ച് വാങ്ങുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ വീഞ്ഞ് കുടിച്ച് ആസ്വദിക്കുവാനായിട്ട്, രസിക്കുവാൻ തക്കവണ്ണം ചോദിച്ച് കൊണ്ടുവന്ന് ഇവർ കുടിക്കുവാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ്. ദൈവത്തിന് സഹിക്കുവാൻ സാധ്യമല്ലാത്ത, പൊറുക്കുവാൻ സാധ്യമല്ലാത്ത വിശുദ്ധമായതിനെ അശുദ്ധമായ പ്രവൃത്തിയിലൂടെ നശിപ്പിക്കുവാൻ തക്കവണ്ണം, കളങ്കമാക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ നിന്ദിക്കുവാൻ തക്കവണ്ണം ഇവർ തയ്യാറെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു ന്യായവിധി എഴുതി വച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വേദപുസ്തകം 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 5-ാം അധ്യായം ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ വാക്യം, അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നതായ പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ട്, 4-ാമത്തെ വാക്യം, അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കൊണ്ടുള്ള കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ ഉപയോഗിച്ച് അവർ വീഞ്ഞു കുടിക്കുന്നതോടൊപ്പം അവർ കല്ലിലും മണ്ണിലും ഇരുമ്പിലും ഉള്ളതായ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് അവർ നൃത്തം ചെയ്ത് പാട്ട് പാടുവാനും ആസ്വദിക്കൊണ്ട് തുടങ്ങുന്ന ആ സമയത്ത് വളരെ പേടിപ്പെടുത്തുന്നതായ ഒരു സംഭവം അവിടെ ഉണ്ടാവുകയാണ്. 5-ാമത്തെ വാക്യം പറയുന്നു, അതേ അധ്യായം, തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന് മുഖഭാവം മാറി, അവൻ്റെ വിചാരങ്ങളാൽ പരവശനായി അരയുടെ പഴിഞ്ഞ കാൽമുട്ടുകൾ ആടിപ്പോയി. പ്രിയമുള്ളവരെ, ആ നിമിഷം വരെയും ബെൽശസ്സർ മറ്റെല്ലാം മറന്ന് ലോകത്തെ ആസ്വദിക്കുകയായിരുന്നു. മറ്റെല്ലാം മറന്ന് ഭാര്യമാരോടും വെപ്പാട്ടിമാരോടും തൻ്റെ സകല മഹത്വങ്ങളോടും ചേർന്നിരുന്നു കൊണ്ട് നൃത്തം ചെയ്ത് കുടിച്ച് കൂത്താടിക്കൊണ്ട് അവൻ ലോകത്തെ ആസ്വദിക്കുകയായിരുന്നു. ആ നിമിഷം ഒരു കൈവിരൽ അവന് നേരെ മറന്നു വന്ന്, അവന് നേരെ വന്ന് അവന് ചുറ്റിലും ആ മതിൽ ചുവരിലായിട്ട് ഒരെഴുത്ത് എഴുതുകയാണ്. മെനെ തേക്കൽ ഉഫാസിൻ എന്ന വാക്കിൽ, എന്ന അർത്ഥത്തിൽ, എന്ന വരികളിൽ അവിടെ ഒരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കാണുവാനിടയായി തീർന്നു. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, അത് രാജാവ് കണ്ടു. കുടിക്കുകയാണ് എങ്കിലും, നൃത്തം ചെയ്യുകയാണ് എങ്കിലും, സന്തോഷിച്ചുകൊണ്ട് ആഹ്ലാദിക്കുകയാണ് എങ്കിലും, അവരുടെ ദേവന്മാരെ സ്തുതിക്കുകയാണ് എങ്കിലും, ഈ ഒരു കാര്യം രാജാവ് കാണുവാൻ തക്കനിടയായി തീരുകയാണ്. ഒരു കൈ വളരെ ശബ്ദത്തോടു കൂടി വേഗത്തിൽ ചെന്ന് ആ ചുവരിൽ എഴുതുവാൻ ആരംഭിച്ചു. അത് കണ്ട മാത്രയിൽ രാജാവിൻ്റെ മുഖഭാവം മാറി. രാജാവ് പേടിച്ചു. രാജാവ് വിളറി വെളുത്തു. അവൻ്റെ സകലതായ ധൈര്യവും പോയി, എല്ലാ ധൈര്യവും ഒലിച്ചു പോയി. അവൻ രാജാവാണെന്നുള്ള ആ ചിന്ത പോലും മറന്ന് അവൻ പേടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ നിലവിളിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം പറയുന്നു, അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടെ പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. അവൻ പേടിച്ച് കൈയും കാലും വിലവിളിക്കുവാൻ, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുവാൻ തുടങ്ങി. അത് പേടിയുടെ ലക്ഷണമായിരുന്നു. ഇത് കണ്ട മാത്രയിൽ അവൻ പേടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി, പരവശനായി. എന്തു ചെയ്യണമെന്നറിയാതെ, അവൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുവാൻ സാധിക്കാതെ, എന്തോ സംഭവിപ്പാൻ പോകുന്നു ചിന്തിച്ചുകൊണ്ട് അവൻ പേടിച്ച് നിലവിളിക്കുവാനും കരയുവാനും അവൻ്റെ പഴിഞ്ഞ് അവൻ്റെ കൈകാലുകൾ കൂട്ടിമുട്ടുവാനും തക്കവണ്ണം ഇവിടെ തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ദാനിയേൽ അവിടേക്ക് വീണ്ടും കൊണ്ടുവരപ്പെട്ടു.
ആ എഴുത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടെയുള്ള ആർക്കും സാധിച്ചില്ല. ആ എഴുതിയ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ആ സമയത്തും ജീവിച്ചിരുന്ന ദാനിയേലിനെ വിളിച്ചു കൊണ്ടുവരപ്പെടുന്നു. ദാനിയേൽ വരുന്നു. ദാനിയേൽ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ബെൽശസ്സർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ രാത്രി അവൻ്റെ അവസാനത്തെ രാത്രിയായിരുന്നു. അവന്, ബെൽശസ്സറിനും അതോടൊപ്പം അവൻ്റെ സകല ഭാര്യമാർക്കും എല്ലാ മനുഷ്യർക്കും ഇവിടെ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവമാരാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നല്ലൊരു അവസരം 70 വർഷക്കാലം ദൈവം നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ കാലമൊക്കെയും ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കാതെ അവർ നിഗളികളായി, ഭോഗപ്രിയരായി, വമ്പ് പറയുന്നവരായി, അഹങ്കാരികളായി, മറ്റാരെയും അനുസരിക്കുവാൻ കൂട്ടാക്കാത്തവരായി അവർ ജീവിച്ചതുകൊണ്ട് അവരുടെ മേൽ ഒരു ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അവസരമുള്ളപ്പോൾ നാം ദൈവത്തെ അനുസരിക്കുവാൻ കൂട്ടാക്കാതെ ഇരുന്നാൽ, നാം സത്യം കേൾക്കുമ്പോൾ അത് കേട്ടില്ല നടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നാം സ്വയം തീരുമാനിച്ചാൽ, നമ്മുടെയും അവസ്ഥ പലപ്പോഴും ഇപ്രകാരം ആയിത്തീരുവാൻ തക്കവണ്ണമായിത്തീരുന്നു. അന്ന് രാത്രിയിൽ മേദ്യരും പേർഷ്യരും ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കുകയാണ്. ബാബിലോൺ സാമ്രാജ്യം ഒരിക്കലും വിചാരിച്ചതല്ല അവർ ഇപ്രകാരം കീഴ്പ്പെടുത്തപ്പെട്ടു പോകുമെന്ന്. ഒരിക്കലും അവരാരും ചിന്തിച്ചതേയില്ല. കാരണം അത്ര ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ബാബിലോണിന് അതിശക്തമായ ഒരു കോട്ടയുണ്ടായിരുന്നു. അതിനുള്ളിലാണ് അവർക്ക് അവരുടേതായ സകല സമ്പത്തും സകല മനുഷ്യരും ആ തലസ്ഥാന നഗരമൊക്കെയും നിലനിൽക്കുന്നത്. ഇതിന് ചുറ്റിലും അതിശക്തമായ ഈ കോട്ടയ്ക്ക് ചുറ്റും മുകളിൽ പടയാളികളുണ്ട്. ആർക്കും വന്നെടുക്കുവാൻ സാധിക്കാത്ത ആ ഒരു പടയാളികൾ എപ്പോഴും ഉണ്ടായിരിക്കും. ആരെങ്കിലും ശത്രുക്കൾ വന്നാൽ അത് കാണുവാനും അവരെ കൊല്ലുവാനും തക്കവണ്ണം ഇവർക്ക് സാധിക്കുമായിരുന്നു. അതുമാത്രവുമല്ല, ബാബിലോണിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും ഒരു വലിയൊരു കിടങ്ങുണ്ടായിരുന്നു. അതിന് ചുറ്റും കിടങ്ങ് അവർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കിടങ്ങിൽ എപ്പോഴും വെള്ളമുണ്ടായിരിക്കും. ആ വെള്ളത്തിൽ എപ്പോഴും മുതലകളും ചീങ്കണ്ണികളും ഉണ്ടായിരിക്കും. എല്ലാവിധമായ വന്യജീവികളെയും അവിടെ ആ വെള്ളത്തിലാക്കിയിരിക്കും. ആരെങ്കിലും, ഏതെങ്കിലും ശത്രു ഈ പുഴയിൽ നീന്തി കോട്ട തകർക്കുവാനോ കോട്ടയ്ക്കുള്ളിൽ കടക്കുവാനോ ശ്രമിച്ചാൽ ഈ മുതലകളും ചീങ്കണ്ണികളും ഇവരെ കടിച്ചു തിന്നുകയും കൊല്ലുകയും പതിവായിരുന്നു. ഇനി അഥവാ ആരെങ്കിലും, ഏതെങ്കിലും പരാക്രമശാലി ഇതിനെയൊക്കെയും അതിജീവിച്ച് കടക്കുവാൻ തക്കവണ്ണം തയ്യാറായാലോ ആ നിമിഷം കൊണ്ട് മുകളിലുള്ളതായ പടയാളികൾ അവനെ കാണുകയും അവരെ കൊല്ലുവാൻ തക്കവണ്ണമായി തീരും. അത്രത്തോളം ശക്തമായ ഒരു പട്ടണം. തങ്ങളെ ആരും തകർക്കില്ല. പുറത്തുനിന്ന് അകത്തോട്ട് കയറുവാനൊക്കെയും അവർക്ക് വളരെ ശക്തമായ വഴികളുണ്ടായിരുന്നു. ആർക്കും ചാടിക്കടക്കുവാനോ ഒന്നിനും സാധിക്കാത്ത രീതിയിൽ അത്രത്തോളം വലിയ ഒരു കിടങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര ശക്തമായ കോട്ടയായിരുന്നിട്ടും അന്ന് ആ രാത്രിയിൽ മേദ്യരും പേർഷ്യരും ബാബിലോണിനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവം അത് അനുവദിച്ചു കൊടുക്കുകയും ബാബിലോണിന് വേണ്ടുവോളം സമയം നൽകിയിരുന്നു മാനസാന്തരപ്പെടുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ വരുവാൻ തക്കവണ്ണം വേണ്ടുവോളം സമയം ദൈവം ബാബിലോണിന് നൽകിയിരുന്നു. എന്നാൽ അവരത് കേൾക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് മേദ്യരുടെയും പേർഷ്യരുടെയും കൈകളിലേക്ക് അവരെ സ്വയം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് ആ രാത്രിയിൽ മേദ്യരും പേർഷ്യരും ബാബിലോണിലേക്ക് കടന്നു വന്നു. അവരാദ്യം ആ കിടങ്ങ് വെള്ളം മുഴുവൻ വറ്റിച്ചു കളഞ്ഞു. അതിനുശേഷം ആ സകല ക്ഷുദ്രജീവികളെയും അവർ പിടിച്ചു. മറ്റാരും അറിയാതെ രഹസ്യത്തിൽ അവർ അവിടെ കോട്ട കീഴടക്കുവാനും സകലവും തകർത്ത് തരിപ്പണമാക്കി ആ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം മേദ്യരും പേർഷ്യരും അന്ന് അവിടെ ഇടയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, നമുക്ക് നിരവധിയായ അവസരങ്ങൾ ദൈവം ലോകത്ത് നൽകിയിരിക്കുകയാണ്. നിരവധിയായ അവസരങ്ങൾ. നമുക്ക് അവസരമുള്ളപ്പോൾ നാം പലപ്പോഴും അതിന് വില കൽപ്പിക്കാറില്ല. എന്നാൽ എന്നും എല്ലായ്പ്പോഴും നമുക്ക് അവസരം ലഭിക്കണമെന്നില്ല. എന്നും എല്ലായ്പ്പോഴും നമുക്ക് അവസരം ലഭിക്കണമെന്നില്ല. നാം ഇപ്രകാരം അവസരങ്ങളെ ഉപയോഗിക്കാത്തത് കൊണ്ട്, ഇപ്രകാരം അവസരങ്ങളെ നേരാവണ്ണം ഉപയോഗിക്കാത്തത് കൊണ്ട് ബെൽശസ്സർ രാജാവിന് അതിശക്തമായ ഒരു കഷ്ടം അവൻ്റെ മരണത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഞാനും നിങ്ങളെല്ലാവരും അപ്രകാരം ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം സ്വയം തയ്യാറാകാതെ ഇരുന്നാൽ, ദൈവത്തെ കേൾക്കുവാൻ തക്കവണ്ണം സ്വയം ഏൽപ്പിച്ച് കൊടുക്കാതെ ഇരുന്നാൽ, പ്രിയമുള്ളവരെ, അതികഠിനമായ ഒരു ശോധന, അതികഠിനമായ ഒരു മരണത്തിൻ്റെ കഷ്ടത്തിലേക്ക് നിങ്ങൾ സ്വയം കാലെടുത്ത് വയ്ക്കുകയായിരിക്കും പലപ്പോഴും ചെയ്യുക. ബെൽശസ്സർ രാജാവിനെ പോലെ നമുക്കിന്ന് അവസരമുള്ളപ്പോൾ നാം അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ
നാം ഒരുപക്ഷെ ദൈവം പറയുന്നത് വരും, എനിക്ക് മതിയായി, ഞാൻ കാത്തിരുന്നു മടുത്തു, എനിക്കിനി വയ്യ എന്ന് പറയുന്ന ആ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നമുക്കിന്ന് നിരന്തരമായ അവസരങ്ങളെ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരങ്ങളെ പാഴാക്കാതെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സ്വർഗത്തിലെ ദൈവം നിങ്ങൾ നോക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ബെൽശസ്സറിനെ പോലെ നിങ്ങൾ അവസരങ്ങളെ പാഴാക്കി മരണത്തിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ ഇന്ന് ആത്മാർത്ഥമായി കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ബെൽശസ്സറിൻ്റെ അനുഭവം ഉണ്ടാകരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവം നിങ്ങളെക്കുറിച്ച് നന്മ മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ സമയത്ത് ഒരു തീരുമാനം എടുത്തുകൂടാ? നിങ്ങളുടെ തീരുമാനം ജീവനായിട്ടും അല്ലെങ്കിൽ മരണത്തിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. നാം ഒരു തിരഞ്ഞെടുപ്പ് എടുത്തേ മതിയാകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ലോകം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒന്നുകിൽ നാം ദൈവത്തിനായിട്ട് അല്ലെങ്കിൽ പിശാചിനായിട്ട്, ഒന്നുകിൽ നാം ദൈവത്തിനായിട്ട് നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ തിന്മയ്ക്കായിട്ടും പിശാചിനായിട്ടും ഈ ലോകത്ത് നാം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരിക്കുന്നു. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ ബെൽശസ്സറിനെ പോലെ മരണം തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തെ കേൾക്കുവാനോ അനുസരിക്കുവാനോ കൂട്ടാക്കാതെ നിങ്ങൾ മരണം തിരഞ്ഞെടുക്കുവാനായിട്ടാണോ നിങ്ങൾ സ്വയം ഇന്നും ആഗ്രഹിക്കുന്നത്? അപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗം നിങ്ങളെ നോക്കി പറയുകയാണ്, നിനക്കയ്യോ കഷ്ടം. കാരണം നീ നല്ലത് തിരഞ്ഞെടുത്തില്ല, നീ നന്മയെ തിരഞ്ഞെടുത്തില്ല, നീ ജീവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് നിനക്കയ്യോ കഷ്ടം എന്ന് സ്വർഗം നിങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം നിങ്ങളെക്കുറിച്ച് പറയരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് സ്വർഗം വിശ്വസ്തനായ ദാസി എന്ന് പറഞ്ഞ് സന്തോഷിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നന്മ തിരഞ്ഞെടുക്കുമോ? നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുമോ? ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, അവൻ്റെ കൽപ്പനകളെ മാനിക്കുവാൻ, അവനെ അനുസരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതോ നിങ്ങൾ ഇന്നും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും നിങ്ങൾ ഇന്നും ഹൃദയത്തെ കഠിനപ്പെടുത്തി വിശ്വാസരഹിതരായി, വിശ്വാസത്തെ തികച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണോ? ദൈവം ഒരു നന്മയെ കാണുവാൻ, ഒരു മാറ്റം കാണുവാൻ, ഒരു മാനസാന്തരം ഉണ്ടാകണമെന്ന് നിങ്ങളെക്കുറിച്ച് ഇന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനം കൈക്കൊള്ളും? ആ തീരുമാനം എന്ത് തന്നെയായിരുന്നാലും ദൈവം ആ തീരുമാനത്തെ കണ്ട് അതിനെ മനസ്സിലാക്കി അത് സന്തോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ 70 വർഷക്കാലം ബാബിലോണിൽ ഒരു സാക്ഷിയായി നിന്നതുപോലെ എൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സാക്ഷ്യമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. വീണ്ടും ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരം വീണ്ടും നിങ്ങൾ പാഴാക്കുവാനായിട്ടാണോ അതോ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ടാണോ പ്രിയമുള്ളവരെ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവരോ അവർ എല്ലാ കാലവും നിലനിൽക്കുന്നത് കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കും? പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കും? ആ തിരഞ്ഞെടുപ്പ് എന്ത് തന്നെയായിരുന്നാലും സ്വർഗം സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇന്ന് നിങ്ങളിൽ ഇടവരുമാറാകട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുവാനായി കടന്നു പോവുകയാണ്. സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനം ഇന്നെടുക്കും? നിങ്ങൾ നന്മയ്ക്കായി ജീവനായി ഒരു തീരുമാനം കൈക്കൊള്ളുമോ? നിങ്ങൾ അപ്രകാരം ചെയ്യണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ബെൽശസ്സർ രാജാവിന് അനേക വർഷക്കാലം എൻ്റെ കർത്താവ് അവസരങ്ങൾ കൊടുത്തു. എന്നിട്ടും ദൈവമേ, അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവനെല്ലാം തകർത്തു കളഞ്ഞ് ജീവിച്ചതുകൊണ്ട് മരണം എന്ന വലിയ ശിക്ഷയ്ക്കായിട്ട് അവൻ വിളിക്കപ്പെട്ടുവല്ലോ. കർത്താവ്, ഞങ്ങൾക്കും ഇന്ന് അനേക അവസരങ്ങളെ അങ്ങ് നൽകിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ഈ അവസരങ്ങളൊന്നും ഞങ്ങൾ പാഴാക്കാതെ ദൈവത്തിന് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തോടുകൂടി ഈ ലോകത്ത് നിൽക്കുവാനും നടക്കുവാനും പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിങ്ങളുടെ തീരുമാനത്തെ കർത്താവ് മുദ്രയിട്ട് കാക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഇങ്ങനെ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.